മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. PC ജോർജിന്റെ ലേറ്റസ്റ്റ് പ്രസംഗവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ നമ്മുടെ കേരളത്തില് ഇപ്പൊ ഒരുപാട് ആളുകൾ വളഞ്ഞിട്ട് ആക്രമിക്കൽ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും എല്ലാ ആളുകളെയും ദുഃഖടാ സംഘടനകൾ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ PC ജോർജിനെ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സകല ദുഃഖടാ സംഘടനകളെ ഒന്നും നമ്മൾ പൊക്കി പിടിക്കുന്നില്ല, മറിച്ച് നമ്മുടെ കേരളത്തിൽ ജനപ്രതിനിധികളുള്ള പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികള് അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചർച്ച മുന്നോട്ട് വെക്കുന്നത്. ഒന്ന്, ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ് ആണ്. മറ്റൊന്ന് മുസ്ലിം യൂത്ത് ലീഗ് ആണ് പരാതി കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഏതായാലും ആ പരാതികളൊക്കെ ഒന്ന് പരിശോധിക്കാം. വാർത്തകളിൽ ഏതു തരത്തിലാണ് വന്നത് എന്നൊന്ന് നോക്കാം. ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നിട്ടുള്ള വാർത്തയാണ്. ലവ് ജിഹാദ് പരാമർശം, PC ജോർജിനെതിരെ പോലീസിൽ പരാതി നൽകി യൂത്ത് കോൺഗ്രസ്. കേരളത്തിൽ ലവ് ജിഹാദ് വർദ്ധിക്കുന്നുവെന്നായിരുന്നു PC ജോർജിന്റെ പ്രസ്താവന. യൂത്ത് കോൺഗ്രസിന്റെ തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദാണ് തൊടുപുഴ പോലീസിൽ പരാതി നൽകിയത്. ഇടുക്കി, ലവ് ജിഹാദ് പരാമർശത്തിൽ BJP നേതാവ് PC ജോർജിനെതിരെ തൊടുപുഴയിൽ പരാതി. യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദാണ് തൊടുപുഴ പോലീസിൽ പരാതി നൽകിയത്. ഇനി അടുത്ത വാർത്തയാണ്. റിപ്പോർട്ടർ ന്യൂസിൽ വന്നിട്ടുള്ളൊരു വാർത്തയാണ്. വിദ്വേഷ പരാമർശം, PC ജോർജിനെതിരെ വീണ്ടും പരാതി നൽകി യൂത്ത് ലീഗ് പ്രവർത്തകര്. ഈരാറ്റുപേട്ട യൂത്ത് ലീഗ് പ്രവർത്തകരാണ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത്. കോട്ടയം, വിദ്വേഷ പരാമർശം നടത്തിയതിൽ PC ജോർജിനെതിരെ വീണ്ടും പരാതി. പാലായിൽ നടന്ന KCBCയുടെ ലഹരി വിരുദ്ധ പരിപാടിയിൽ വിദ്വേഷ പരാമർശം നടത്തിയതിലാണ് യൂത്ത് ലീഗ് പ്രവർത്തകര് പരാതി നൽകിയത് എന്നാണ് ഈ റിപ്പോർട്ടർ ന്യൂസിൽ വന്നിട്ടുള്ള വാർത്ത. ഏകദേശം എല്ലാ ആളുകൾക്കും കൃത്യമായിട്ട് മനസ്സിലായില്ലേ? യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗുമാണ് PC ജോർജിനെതിരെ പരാതിയുമായിട്ട് നിലവിൽ രംഗത്തെത്തിയിട്ടുള്ളത്. ഈ സംഘടനകളൊക്കെ നമ്മുടെ കേരളത്തിലെ ഇതിനേക്കാൾ മോശമായ രീതിയിൽ പലതും പറഞ്ഞിട്ടുള്ള ഒരുപാട് വിഷയങ്ങളിൽ എന്തായിരുന്നു നിലപാട് എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. ഇവര് മുക്കം ഉമർ ഫൈസിക്കെതിരെ ഒരക്ഷരം യൂത്ത് കോൺഗ്രസോ യൂത്ത് ലീഗോ പരാതിയോ പ്രതിഷേധമോ പോലീസ് സ്റ്റേഷൻ മാർച്ചോ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. എന്നാൽ PC ജോർജ് എന്താണ് പറയുന്നത്? അത് പരിധി നടക്കുകയാണ്. നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കണം, PC ജോർജ് ഒരു സ്വകാര്യ ചടങ്ങിലാണ് അവരുടെ സമുദായത്തിൽ, അതായത് PC ജോർജിന്റെ സമുദായത്തിലുള്ള ആളുകൾക്ക് ഒരു ബോധവൽക്കരണ ക്ലാസ് പോലെയാണ് അദ്ദേഹം ആ പ്രസംഗം നടത്തിയിട്ടുള്ളത്. ഇനി ആ വിഷയത്തില് അദ്ദേഹം പ്രസംഗിച്ചതിൽ പരാതിയുമായിട്ടൊക്കെയാണ് ഇവർ രംഗത്തെത്തിയിട്ടുള്ളത്. ഇവരൊക്കെ മറ്റേത് വിഷയങ്ങൾക്ക് ഏത് രീതിയിലാണ് രംഗത്ത് വരാറുള്ളത് എന്നും പൊതുജനം മനസ്സിലാക്കുക. ഇനി വളരെ ലളിതമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കാനുള്ളത്, ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. PC ജോർജ് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ഈ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും നിലപാട് എന്താണ്? അവർ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു രീതിയിൽ രംഗത്ത് വന്നിട്ടുണ്ടോ? നമ്മൾ ഇതൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടേ? PC ജോർജ് പ്രധാനമായിട്ടൊരു കാര്യം മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്താ? ഈരാറ്റുപേട്ടയിൽ വെച്ച് വലിയ രീതിയിലുള്ള സ്ഫോടക വസ്തുക്കൾ പ്രധാനമായിട്ടും പറയുന്നുണ്ട്. കേരളം കത്തിക്കാൻ പോലും ഉള്ള സ്ഫോടക വസ്തുക്കളാണ് അതിൽ ഉള്ളത്. അതെവിടെ കത്തിക്കാനാണ് എന്നുള്ളത് പോലും എനിക്കറിയാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ ഒരു വിഷയത്തിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയൊക്കെ നിലപാട് എന്താണ്? നമുക്കറിയാം, ഈരാറ്റുപേട്ടയുടെ സ്പന്ദനം അറിയുന്ന ഒരു വ്യക്തിയാണ് PC ജോർജ് എന്ന് പറയുന്നത്. നമ്മളെക്കാളൊക്കെ തന്നെ ഒരുപാട് ഈ ഈരാറ്റുപേട്ട എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തി. PC ജോർജ് കേരളത്തിലേക്ക് ഈ സ്ഫോടക വസ്തുക്കളുമായി ബന്ധപ്പെട്ടൊരു വിഷയം മുന്നോട്ട് വെക്കുമ്പോൾ അദ്ദേഹത്തെ വളഞ്ഞാക്രമിക്കുകയാണോ വേണ്ടത്? നമുക്ക് ഇദ്ദേഹം ഇതൊക്കെ പറയുമ്പോൾ ഈ ഒരു ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇന്നലകളെ, അതായത് 2008 വിഷയത്തിലേക്കൊന്ന് ചർച്ചയുമായിട്ട് മുന്നോട്ട് പോവാം. അതായത് അഹമ്മദാബാദ് സ്ഫോടന പരമ്പരയെ കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അതൊന്നും നമ്മുടെ കേരളത്തിൽ വലിയ ചർച്ചയായിട്ട് മുന്നോട്ട് പോവാറില്ല. അഹമ്മദാബാദ് സ്ഫോടന പരമ്പരയുമായി ബന്ധപ്പെട്ട് ന്യൂസ് 8 വന്നിട്ടുള്ളൊരു വാർത്ത, കുറച്ച് മുമ്പേ ഉള്ള വാർത്തയാണ്. ആളുകൾക്ക് ലളിതമായിട്ട് ആ ഒരു വിഷയത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അഹമ്മദാബാദ് സീരിയൽ ബ്ലാസ്റ്റ് കേസ് വധശിക്ഷയ്ക്ക് വിധിച്ച 38 പേരിൽ 2 പേർ ഈരാറ്റുപേട്ടക്കാരായ ഇരട്ട സഹോദരങ്ങളും. നിരോധിത സംഘടനയായ സിമി വാഗമൺ തങ്ങൾ പാറയിൽ നടത്തിയ ആയുധ പരിശീലന ക്യാമ്പിൽ ഇവർ പങ്കെടുത്തതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. കോട്ടയം അഹമ്മദാബാദ് സ്ഫോടന പരമ്പര കേസിൽ
പ്രത്യേക കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച 38 പേരിൽ 2 പേർ കോട്ടയം ഈരാറ്റുപേട്ട സ്വദേശികളായ ഇരട്ട സഹോദരങ്ങളും. വധശിക്ഷ ലഭിച്ചതിൽ 3 മലയാളികൾ ഉണ്ടായിരുന്നു. ഇവരിൽ പീഡിയേക്കൽ ഷിബിലി എ കരീം, ഷാദുലി എ കരീം എന്നിവർ ഇരട്ട സഹോദരങ്ങളാണ്. നമ്മള് ഈരാറ്റുപേട്ട സ്വദേശികളായിട്ടുള്ള ആളുകള് ഇന്ന് വധശിക്ഷയും കാത്ത് ജയിലിൽ കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ ഭരണഘടനയെ അനുസരിച്ച് നമ്മുടെ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച 2 പേര് ഈരാറ്റുപേട്ട സ്വദേശികളാണ്. അത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ അഹമ്മദാബാദ് പരമ്പരയെ കുറിച്ചൊന്ന് മുന്നോട്ട് വെക്കാനുള്ളത്, ആ ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മുന്നോട്ട് വെക്കാം. 2008 ജൂലൈ 26 അഹമ്മദാബാദിലെ തിരക്കേറിയ ഓൾഡ് സിറ്റിയിൽ അടക്കം 20 ഇടങ്ങളിലാണ് സ്ഫോടന പരമ്പര നടന്നത്. 56 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. 248 പേർക്കെങ്കിലും പരുക്കേറ്റു. ഇന്ത്യൻ മുജാഹിദീൻ പ്രവർത്തകരായ യാസിൻ ബഡ്കൽ ഉൾപ്പെടെ 78 പ്രതികളാണ് കേസിൽ ഉണ്ടായിരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സ്ഫോടന പരമ്പരയിലെ പ്രതികളിൽ ഈരാറ്റുപേട്ട സ്വദേശികളായിട്ടുള്ള 2 ആളുണ്ട്. അവരെ വധശിക്ഷക്കാണ് വിധിച്ചിട്ടുള്ളത്. ഈ ഒരു ഈരാറ്റുപേട്ടയിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഈരാറ്റുപേട്ടയെ കുറിച്ച് കൃത്യമായിട്ട് അറിയുന്ന PC ജോർജ് ഒരു പ്രസ്താവന, ഒരു പ്രസംഗം നടത്തുമ്പോൾ ആ പ്രസംഗത്തിലെ ആ വിഷയത്തെ ഗൗരവകരമായിട്ട് നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ വീക്ഷിക്കില്ലേ? നമ്മുടെ നാടിന് വേണ്ടിയല്ലേ ഈ ഒരു വിഷയം അദ്ദേഹം എടുത്തു പറയുന്നത്? ഈ സ്ഫോടന പരമ്പരയൊക്കെ നടന്നതിൽ പ്രതികളുള്ള ഈരാറ്റുപേട്ടയുമായി ബന്ധപ്പെട്ട് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുമ്പോൾ, വലിയ രീതിയിലുള്ള സ്ഫോടക വസ്തുക്കൾ പോലീസ്, നമ്മുടെ കേരള പോലീസ് കണ്ടെത്തുമ്പോൾ, ആ വിഷയം മുന്നോട്ട് വെക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത് ഏതു തരത്തിലാണ് നമ്മൾ ആ ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോവേണ്ടത്? നമ്മൾ ഈ ഗൗരവത്തില് അദ്ദേഹം മുന്നോട്ട് വെച്ച ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യണ്ടേ? ഇവിടെ ആ വിഷയമൊക്കെ ഒന്ന് മാറ്റിവെച്ച് ലവ് ജിഹാദ് വിഷയം അത്തരത്തിലാണ് നമ്മുടെ കേരളത്തിൽ ചർച്ച കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ സകലരും മനസ്സിലാക്കണം, ഇതൊരു സ്വകാര്യ ചടങ്ങിലാണ്. സ്വകാര്യ മത ചടങ്ങുകളിലൊക്കെ ആരൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ ഊഹിച്ചാൽ മാത്രം പോരെ. സകലരും മനസ്സിലാക്കണം, ഇത് കൃത്യമായിട്ട് ഈ ഒരു ചർച്ചയെ തന്നെ വഴിതെറ്റിച്ച് വിടുന്നുണ്ടോ? ഈരാറ്റുപേട്ടയിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ വലിയ രീതിയിൽ അന്വേഷണങ്ങൾ നടത്തണം. അത് അവർ നടത്തുകയും ചെയ്യും, നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു വിഷയം നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ട് ചർച്ചയാവുന്നില്ല? മറിച്ച് ഈ ചർച്ചയൊക്കെ മാറ്റിപ്പിടിക്കാനാണ് ശ്രമിക്കുന്നത്. ഈരാറ്റുപേട്ടയുമായി ബന്ധപ്പെട്ട് ഇത്തരം സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ടത്. വളഞ്ഞിട്ട് PC ജോർജിനെ ആക്രമിക്കാനാണ് തീരുമാനമെങ്കിൽ ഇതിലൊക്കെ വലിയ ഗൗരവം കാണുന്ന ബോധമുള്ള സകല മലയാളികളും PC ജോർജിനെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും.